വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഈ പെർസെപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുമ്പോഴും അതിന് മുമ്പ് PGBയുടെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത രണ്ട് വേർഡ്സ് ആയിരുന്നു മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതിൻ്റെ ഓഡിറ്റും. ഓക്കെ, സോ ആ ഒരു രണ്ട് ടേമിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അതായത് പെർസെപ്റ്റീവ് ടാക്സേഷൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കണ്ടീഷനായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് സെക്ഷൻ 44A AB അല്ലേ. സോ എ പ്രകാരം എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് ആരൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എത്ര നാളത്തേക്കാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എത്ര രൂപ വരെ പെനാൽറ്റി കൊടുക്കേണ്ടി വരുമെന്നും സെക്ഷൻ 44AB പ്രകാരം ഇതേപോലെ തന്നെ ആരൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ എത്ര രൂപ പെനാൽറ്റി കൊടുക്കേണ്ടി വരുമെന്നും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, ഓക്കെ, ദ ഫോളോയിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻ ആസ് പെർ സെക്ഷൻ റൂൾ 6F. അതെന്താണ്, അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇത് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. റൂൾ 6F പ്രകാരം, ഇൻകം ടാക്സിൻ്റെ റൂൾസ് 6F പ്രകാരം ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള സെക്കൻഡറി ആണ്, അവിടെ നിൽക്കട്ടെ. നോക്കി എന്തൊക്കെയാണ്. ഒന്ന്, ക്യാഷ് ബുക്ക് വേണം. ആൻഡ് സെക്കൻഡ് വൺ, നിങ്ങൾ മർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ജേണൽ വേണം. ഓക്കെ, കോമൺ ആയിട്ട് ലെഡ്ജർ വേണം. കൂടാതെ 25 രൂപയ്ക്ക് മുകളിൽ കയറി വരുന്ന എല്ലാ ബില്ലിൻ്റെയും നമ്പേർഡ് ബില്ലായിരിക്കണം, വിഷേർഡ് നമ്പേർഡ് ബില്ലായിരിക്കണം, അതിൻ്റെ എല്ലാം കാർബൺ കോപ്പി വേണം. ദാറ്റ് മീൻസ് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ബില്ല് 25 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കാർബൺ കോപ്പി വേണം. ആൻഡ് ഒറിജിനൽ ബിൽസ് wherever issued to the person and the receipt in respect of expenditure incurred by the person, or where such bills and receipts are not issued and expenditure does not exceed 50, the payment vouchers prepared and signed by the persons. അതായത് നമ്മൾ കൊടുക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ നമ്മളിലോട്ട് ഇങ്ങോട്ട് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസിപ്റ്റ് പോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന നേരത്ത് നമുക്ക് ഇങ്ങോട്ട് റെസിപ്റ്റ് കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് എടുത്തു വെക്കണം. ഇനി അങ്ങനെയല്ലെങ്കിൽ എന്തെങ്കിലും വേണം, നമ്മുടെ പേയ്മെൻറ്റ് വൗച്ചറെങ്കിലും ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അവരിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് വൗച്ചർ എഴുതി സൈൻ ചെയ്ത് വെക്കണം. മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ അസസി എൻഗേജ്ഡ് ഇൻ ദ മെഡിക്കൽ പ്രൊഫഷനിലാണ് എൻഗേജ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി കേസ് രജിസ്റ്റർ വേണം, ഇൻവെൻറ്ററി റെക്കോർഡ്സ് ഓഫ് ഡ്രഗ്സ്, മെഡിസിൻസ് ആൻഡ് അതർ കൺസ്യൂമബിൾ ആക്സസറീസ് യൂസ്ഡ് ഇൻ ദ പ്രൊഫഷൻ. ഓക്കെ, സോ റൂൾ 6F പ്രകാരം ഇത്രയും ബുക്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ, നെക്സ്റ്റ് വൺ, periods for which the books of accounts to be maintained. എത്ര നാളത്തേക്കാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നോക്കി, the books of accounts and other documents are shall kept and maintained for a period of 6 years. ഓരോ അസസ്മെൻറ്റ് ഇയർ കഴിഞ്ഞും 6 വർഷം വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ, അങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ where an assessee failed to comply with the provision of section 44AA, he shall be liable to penalty under section 271A പ്രകാരം 25,000 രൂപ വരെ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. സോ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. റൂൾ 6F പ്രകാരം സെർട്ടൈൻ ബുക്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് രണ്ടെണ്ണം പറഞ്ഞത് ആ 6Fന് വേണ്ടി മാത്രമുള്ളതല്ല. ഇൻകം ടാക്സിൻ്റെ പ്രകാരം സെക്ഷൻ 44AA പ്രകാരം നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് 6 വർഷം 6 അസസ്മെൻറ്റ് ഇയർ വരെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ വരെ 25,000 റുപ്പീസ് വരെ എന്ത് കൊടുക്കേണ്ടി വരും? പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനിയാണ് നമ്മളൊരു കോമൺ പ്രൊവിഷനിലോട്ട് കിടക്കാൻ പോണേ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കണം. എന്താണ് സ്പെസിഫൈഡ് പ്രൊവിഷൻ? ഓക്കെ, സ്പെസിഫൈഡ് പ്രൊവിഷൻ മീൻ ലീഗൽ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ പ്രൊവിഷൻ ആൻഡ് പ്രൊവിഷൻ ഫോർ ദ അക്കൗണ്ടൻസി, ടെക്നിക്കൽ കൺസൾട്ടൻസി, ഇന്റീരിയർ ഡെക്കറേഷൻ, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ 4 കാര്യത്തിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് അടുത്ത് പറയുന്നത്. സോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, ഫിലിം ആർട്ടിസ്റ്റ് ആൻഡ് എനി അതർ പ്രൊഫഷണൽ ആസ് നോട്ടിഫൈഡ് ബൈ ദ ബോർഡ് ഓഫ് ഒഫീഷ്യൽ ഗസറ്റ്. ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ് ഈ പറയുന്ന CBSEയുടെ ബോർഡിനകത്ത് ഒഫീഷ്യൽ ഗസറ്റിനകത്ത് പബ്ലിഷ് ചെയ്യുന്ന എല്ലാ കാറ്റഗറീനെയും നമ്മൾ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണേ? സ്പെസിഫൈഡ് പ്രൊഫഷനായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യണേ. സിറ്റുവേഷൻ മനസ്സിലായി? സോ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, ഈ പറയുന്ന പോലെ സ്പെസിഫൈഡ് പ്രൊവിഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ബാക്കിയുള്ള 2 കോമൺ ആയിട്ടാണ്. 6 വർഷം വരെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ 25,000 റുപ്പീസ് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ ഇനി ഒരു കോമൺ പ്രൊവിഷനിലോട്ട് നമുക്ക് കിടക്കാം. കേട്ടോ, ദ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സെക്ഷൻ 44AA പ്രകാരമാണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. അവിടെ നോക്കി, ദ പേഴ്സൺ ക്യാരിയിങ് ഓൺ സ്പെസിഫൈഡ് പ്രൊവിഷൻ 2 കാറ്റഗറി ആയിട്ടാണ് അതിനെ തരംതിരിക്കണേ. നേരത്തെ നമ്മൾ എന്തൊക്കെയാണ് സ്പെസിഫൈഡ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു. സോ അങ്ങനെ സ്പെസിഫൈഡ് പ്രൊവിഷനിലാണ് ആൾക്കാർ കയറി വരുന്നതെങ്കിൽ, ഓക്കെ, സ്പെസിഫൈഡ് പ്രൊവിഷൻ അത് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നോക്കി, ഗ്രോസ് റെസീപ്റ്റ്സ് ഇൻ ദ പ്രൊവിഷൻ എക്സീഡ് 1,50,000 in all of the 3 years immediately preceding the previous year.
അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങളിലും നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, ഗ്രോസ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് 1,50,000 മുകളിലുണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിൽ കിടന്നോട്ടെ, നമ്മളിത് ഏതിനെക്കുറിച്ച് മാത്രമേ പറയണേ, സ്പെസിഫൈഡ് പ്രൊഫഷനെ കുറിച്ചാണ് പറയണേ. ബിസിനസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നോൺ സ്പെസിഫൈഡ് പ്രൊഫഷനെ കുറിച്ചോ അല്ല. അത് സെക്കൻഡ് കാറ്റഗറിയാണ്. സ്പെസിഫൈഡ് പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങനെ സ്പെസിഫൈഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് കയറി വരുന്ന ആൾക്കാരാണെങ്കിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങളിലും നിങ്ങൾക്ക് 1,50,000 കൂടുതൽ ഗ്രോസ് റെസീപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കി, മെയിൻറ്റെയിൻ ഓഫ് സച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് ആസ് പെർ സെക്ഷൻ 6F. മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായാലും 6Fന്റെ പ്രത്യേകത എന്താണ്? സോ നിങ്ങൾ അങ്ങനെ സ്പെസിഫൈഡ് പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്പർ 1, അങ്ങനെ സ്പെസിഫൈഡ് പ്രൊഫഷൻ ചെയ്യുന്ന നിങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷം പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങളിലും 1,50,000 രൂപയ്ക്ക് മുകളിൽ റെസീപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ റൂൾ 6F പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എക്സിസ്റ്റിംഗ് ബിസിനസ് തന്നെയാണ്. അവിടെ ഗ്രോസ് റെസീപ്റ്റ്സ് ഇൻ ദ പ്രൊഫഷൻ ഡസ് നോട്ട് എക്സീഡ് 1,50,000. 1,50,000 രൂപ വരെ ആയിട്ടില്ല ഇൻ എനി വൺ ഓഫ് ദ 3 ഇയേഴ്സ് ഇമീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദി പ്രീവിയസ് ഇയർ. ഇവിടെ ഓൾ ഓഫ് ദ പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ റെഡി ആയിട്ടില്ല. ദാറ്റ് മീൻസ് കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് ഈ 1,50,000 താഴെയാണ് റെസീപ്റ്റ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് റൂൾ 6F പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അതിൻ്റെ അർത്ഥം ബുക്സ് ഓഫ് അക്കൗണ്ട്സേ വേണ്ടതെന്നല്ല. ഇവിടെ നോക്കി, എനേബിളിംഗ് ദ അസസിംഗ് ഓഫീസർ ടു കമ്പ്യൂട്ട് ദയർ ടാക്സബിൾ ഇൻകം. അതായത് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അസസിംഗ് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം വേണം. മനസ്സിലായോ? സോ 6F എന്താണെന്ന് മനസ്സിലാക്കുക, നമ്പർ 1. നമ്പർ 2, സ്പെസിഫൈഡ് പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ സ്പെസിഫൈഡ് പ്രൊഫഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങളിൽ എല്ലാ വർഷവും നിങ്ങളുടെ ഗ്രോസ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് 1,50,000 മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം ആ 6Fനകത്ത് പറഞ്ഞിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു വർഷമെങ്കിലും ഈ പറയുന്ന 1,50,000 താഴെയാണെങ്കിൽ അവിടെ 6F വേണ്ട. അതിൻ്റെ അർത്ഥം ബുക്സ് ഓഫ് അക്കൗണ്ട്സേ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നല്ല. അസസിംഗ് ഓഫീസർക്ക് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ന്യൂ ബിസിനസ്. ഇത് എക്സിസ്റ്റിംഗ് ബിസിനസിനെ കുറിച്ചാണ് പറഞ്ഞത്. ന്യൂ ബിസിനസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രീവിയസ് ഇയറിനകത്ത് ബിസിനസ് തുടങ്ങിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കി, ഗ്രോസ് ടോട്ടൽ റെസീപ്റ്റ്സ് ഇൻ ദ പ്രൊഫഷൻ ഫോർ ദാറ്റ് ഇയർ ഈസ് ലൈക്ലി ടു എക്സീഡ് 1,50,000. 1,50,000 മുകളിൽ പോയേക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റൂൾ 6F പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ റൂൾ 6F പ്രകാരമുള്ളത് വേണ്ട, പകരം ഈ പറയുന്ന പോലെ അസസിംഗ് ഓഫീസർക്ക് നിങ്ങളുടെ പ്രൊഫഷൻ്റെ ടോട്ടൽ റെസീപ്റ്റും ടോട്ടൽ ഇൻകവും ടോട്ടൽ ടാക്സ് ലൈബിലിറ്റിയും കമ്പ്യൂട്ട് ചെയ്യാൻ പാകത്തിന് ഏതൊക്കെ ബുക്സ് ആണോ വേണ്ടത് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏതൊക്കെയാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് ഏതൊക്കെയാണോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പെസിഫൈഡ് പ്രൊഫഷനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇങ്ങനെ നോൺ സ്പെസിഫൈഡ് പ്രൊഫഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് ആണോ എന്ന് വിചാരിക്കുക കേട്ടോ. സോ മെയിനായിട്ട് 2 രീതിയിൽ മാത്രമാണ് ക്ലാസിഫൈ ചെയ്തത്, സ്പെസിഫൈഡ് പ്രൊഫഷനും നോൺ സ്പെസിഫൈഡ് പ്രൊഫഷനും ബിസിനസ്സും. സോ നിങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നോൺ സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിലോ നമുക്ക് ഇവിടെയും 2 കാറ്റഗറിയാണ് പറഞ്ഞത്. നോക്കി, ദ ഫസ്റ്റ് വൺ എക്സിസ്റ്റിംഗ് ബിസിനസ്. നോക്കാം, പ്രോഫിറ്റ് ഫ്രം സച്ച് ബിസിനസ് ഓർ പ്രൊഫഷൻ എക്സീഡ്. ഓക്കെ. സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണെങ്കിൽ പ്രോഫിറ്റിനെ കുറിച്ചല്ല പറഞ്ഞേ, റെസീപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞേ. ഇവിടെ നോൺ സ്പെസിഫൈഡ് ആണെങ്കിലോ ബിസിനസ് ആണെങ്കിലോ പറഞ്ഞ എന്താ, എക്സീഡ് 1,20,000 ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് 2,50,000 ഫോർ HUF. അതായത് പ്രോഫിറ്റ് 1,20,000 കൂടുതലും ഇൻഡിവിജ്വലിന് HUFന് 2,50,000 കൂടുതലും ഓർ ആൻഡ് അല്ല ഓറാണ്. അതായത് 1,20,000 കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലോ ഓക്കെ, അല്ലെങ്കിൽ ദ ടോട്ടൽ സെയിൽസ് ഓർ ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീപ്റ്റ്സ് ദറിഫ് ഈസ് 10 lakh in case of individual and 25 lakhs in case of HUF in any of the 3 years immediately preceding the previous year. മനസ്സിലായോ? പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു വർഷം നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000 കൂടുതലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ കൂടുതലോ ആണെങ്കിൽ, ഇനി നിങ്ങൾ HUF ആണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,50,000 കൂടുതലോ അല്ലെങ്കിൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് 25 ലക്ഷത്തിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏത് ബുക്സ് ഓഫ് അക്കൗണ്ട്സാണ്? 6F പ്രകാരമുള്ളതല്ല. 6F പ്രകാരം ആർക്ക് മാത്രമായിരുന്നു? സ്പെസിഫൈഡ് പ്രൊഫഷൻ മാത്രമായിരുന്നു. ഇവിടെ പറഞ്ഞ എന്താ, ഈ പറയുന്നത് പോലെ അസസിംഗ് ഓഫീസർക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇനി ഇങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, നോട്ട് എക്സീഡിങ് ഇൻ ഓൾ ഓഫ് ദ 3 years ഇമീഡിയറ്റ്ലി പ്രീസീഡിംഗ് ദ പ്രീവിയസ് ഇയർ.
മനസ്സിലായി? ഈ ലിമിറ്റിന് മുകളിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങളിൽ നിങ്ങൾ വരുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോട്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. മനസ്സിലായി? സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ പറയണേ 3 കാറ്റഗറി ആയിട്ട് തിരിഞ്ഞിരിക്കുക. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ 6F ആൻഡ് ദ സെക്കൻഡ് വൺ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫോർ കമ്പ്യൂട്ടിംഗ് ഏതിന് വേണ്ടിയിട്ട് ടാക്സബിൾ ലൈബിലിറ്റി എണ്ണാൻ വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേ വേണ്ട. സോ സ്പെസിഫൈഡ് പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് 2 കാറ്റഗറിയാണ് വന്നേ. ഒന്ന്, ആ ലിമിറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ 6F, ലിമിറ്റിന് താഴെ വരികയാണെങ്കിൽ ഏതും കൂടെ വേണം, ഈ പറയുന്ന പോലെ അസസിംഗ് ഓഫീസർക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പാകത്തിന് വേണം. ഇനി രണ്ടാമത്തെ നോൺ സ്പെസിഫൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സോ നോൺ സ്പെസിഫൈഡ് പ്രൊഫഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ 2 കാറ്റഗറിയേ ഉള്ളൂ. ഒന്ന്, ഈ പറയുന്ന സ്പെസിഫൈഡ് ലിമിറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ അവർ അസസിംഗ് ഓഫീസറിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്പർ 1. ആൻഡ് നമ്പർ 2, അതല്ലെങ്കിൽ അതിന് താഴെയാണ് ലിമിറ്റ് വരുന്നതെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സേ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നോക്കിയേ, ന്യൂ ബിസിനസിൻ്റെ കേസിനകത്തും ഇതേപോലെ തന്നെയാണ് പറയണേ. ലൈക്ലി ടു, ഇതിനേക്കാൾ മുകളിൽ പോകും എന്ന് തോന്നുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയറിനകത്ത് തുടങ്ങുന്ന നിങ്ങളുടെ ബിസിനസ് ഈ പറയുന്ന സ്പെസിഫൈഡ് ലിമിറ്റിനേക്കാൾ മുകളിൽ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അസസിംഗ് ഓഫീസർക്ക് ഈ കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നോട്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 44AB പ്രകാരം ടാക്സ് ഓഡിറ്റ് ആണ്. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചു അല്ലേ? ഇനി നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന നേരത്ത് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റ് ചെയ്യിപ്പിക്കണോ വേണ്ടയോ എന്നാണ് അടുത്ത കാറ്റഗറി. സോ എല്ലാ അസസിക്കും ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. നോക്കി, എനി അസസി ക്യാരിയിങ് ഓൺ ബിസിനസ് ചെയ്യുന്ന അസസീസ് ആയിരിക്കണം. കണ്ടീഷൻ, ദ ടോട്ടൽ സെയിൽസ്, ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീപ്റ്റ്സ് ഓഫ് ദ ബിസിനസ് ഫോർ ദ പ്രീവിയസ് ഇയർ എക്സീഡിങ് 1 crore. 1 കോടി രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രകാരം സെക്ഷൻ 44AB പ്രകാരം എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ? ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പോയിന്റ് നമ്പർ 1. ഓക്കെ, സോ ബിസിനസ് ചെയ്യുന്ന അസസിക്ക് 1 കോടി രൂപയ്ക്ക് മുകളിൽ പ്രീവിയസ് ഇയറിനകത്ത് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യിപ്പിച്ചിരിക്കണം. കോമൺ റൂൾ ആണ്. നമ്പർ 2, എക്സംഷൻ, വേർ എ പേഴ്സൺ declares profit and gains for the previous year under section 44AD. ഓക്കെ, പെർസെപ്റ്റീവ് ബിസിനസ് ആണ്, അവിടെ 44AD പ്രകാരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിസ് ടോട്ടൽ സെയിൽസ്, ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീപ്റ്റ്സ് ഇൻ ദ ബിസിനസ് ഡസ് നോട്ട് എക്സീഡ് 2 crore. സോ നോർമൽ ബിസിനസ് ആണെങ്കിൽ 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിലും നിങ്ങൾ സെക്ഷൻ 44AD പ്രകാരമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ 2 കോടി രൂപ വരെയും എന്ത് ചെയ്യാം, ഇത് മെയിൻറ്റെയിൻ ചെയ്തായിരിക്കാം. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. And the number 2, if the following conditions are satisfied, then the higher threshold limit of 5 crore shall be applicable for a person carrying on business. സോ നോർമൽ കോമൺ പ്രൊവിഷൻസ് പ്രകാരം നിങ്ങളോട് പറയുന്നത് 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ടാക്സ് ഓഡിറ്റിന് വിധേയമാക്കണം. പക്ഷേ താഴെ ഒരു രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട. 5 കോടിക്ക് മുകളിലാണെങ്കിൽ മാത്രം ടാക്സ് ഓഡിറ്റ് ചെയ്താൽ മതി. അതെന്താണെന്നും കൂടെ പറയാം. നോക്കി, aggregate of all amounts received, including the amount received for sales, turnover or gross receipts during the previous year in cash does not exceed 5% of the said amount. അതായത് നിങ്ങളുടെ ടോട്ടൽ സെയിൽസിൻ്റെ 5% കുറവാണ് ക്യാഷ് സെയിൽസ് എങ്കിൽ, മനസ്സിലായോ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ടോട്ടൽ റെസീപ്റ്റ്സിൻ്റെ 5% താഴെയാണ് ക്യാഷ് റെസീപ്റ്റ്സ്. ബാക്കി എല്ലാം വന്നിരിക്കുന്നത് ബാങ്ക് ത്രൂ ആണ്. നമ്പർ 1. ആൻഡ് നമ്പർ 2, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ടോട്ടൽ പേയ്മെൻറ്റ് പ്രീവിയസ് ഇയറിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ 5% താഴെയാണ് ക്യാഷ് പേയ്മെൻറ്റ് എങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ എന്തു ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 5 കോടി രൂപയ്ക്ക് മുകളിൽ മാത്രമാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ സെക്ഷൻ 44AB പ്രകാരം പഠിച്ച കാര്യങ്ങൾ എന്താ? നമ്പർ 1, നിങ്ങൾ നോർമൽ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് ചെയ്യണം. ഏതാ? പ്രോഫിറ്റ് അല്ലാട്ടോ, ഗ്രോസ് റെസീപ്റ്റ്സ്. സെക്കൻഡ് വൺ, നിങ്ങൾ 44AD പ്രകാരമുള്ള പെർസെപ്റ്റീവ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് ചെയ്യണം. ആൻഡ് നമ്പർ 3, നിങ്ങളുടെ ടോട്ടൽ റെസീപ്റ്റിൻ്റെയോ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെയോ 5% താഴെ മാത്രമാണ് ഈ പറയുന്ന ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റും വരികയാണെങ്കിൽ നിങ്ങൾക്ക് 5 കോടി രൂപയ്ക്ക് മുകളിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് ഓഡിറ്റ് ചെയ്താൽ മതി. മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് വൺ നോക്കി, ഈ ടാക്സ് ഓഡിറ്റുമായിട്ട് പറയുന്ന കണ്ടീഷൻസാണ്. അതായത് 2 കാര്യങ്ങളാണ് പറയണേ. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് വേണമെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം. ആൻഡ് അസസി കവേർഡ് അണ്ടർ സെക്ഷൻ 44AE, BB and BBB who claimed that his income from such a business is lower than the deemed income compute in accordance with the respective section.
അതായത് AE, BB, BBB. ഇതിനകത്ത് AE നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പെർസെപ്റ്റീവ് ആണ്. BBയും BBBയും ഇതും പെർസെപ്റ്റീവ് ആണ്, പക്ഷേ അത് ഫോറിൻ സിറ്റിസൺ എന്നാണ് പറഞ്ഞത്. മനസ്സിലായി? നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളതല്ല. എന്നാലും ഇത് മൂന്നും ഏതാണെന്ന് ആലോചിക്കുക. ഈ പറയുന്ന പോലെ പെർസെപ്റ്റീവ് ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നതെങ്കിൽ. ആൻഡ് സെക്ഷൻ 44AD4 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? അതായത് മെയിൻറ്റെയിൻ ചെയ്തു, പിന്നെ ഒരു 5 വർഷത്തെ ഗ്യാപ്പിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ പെർസെപ്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ. സോ ഇത് രണ്ടുമാണെങ്കിൽ നോക്കി, മെയിൻറ്റെയിൻ സച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് ആസ് മേ ബി എനേബിൾ ദ അസസിംഗ് ഓഫീസർ ടു കമ്പ്യൂട്ട് ദെയർ ടാക്സബിൾ ഇൻകം അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. മനസ്സിലായി? സോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് കൊണ്ടുവരാം. ഞാനിത് നമുക്ക് എവിടെ പറയേണ്ടായിരുന്നു, ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്, നമ്മളിപ്പം ടാക്സ് ഓർഡിനകത്ത് പറഞ്ഞു എന്ന് മാത്രം. സോ ഈ കാര്യം കൂടെ ഏതിനകത്തോട്ട് കൊണ്ടുവരാം, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്ത് പറയാം. സിറ്റുവേഷൻ മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, ഏതിൻ്റെ നമ്മുടെ പ്രൊവിഷനെ കുറിച്ചാണ് പറയണേ. ഓക്കെ, ആൻഡ് അസസി ക്യാരിയിങ് ഓൺ പ്രൊവിഷൻ ഗ്രോസ് റെസീവ്സ് ഓഫ് ദ പ്രൊവിഷൻ ഫോർ ദ പ്രീവിയസ് ഇയർ എക്സീഡിംഗ് 50 lakhs. 50 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടാക്സ് ഓഡിറ്റ് ചെയ്താൽ മതി. സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് ബിസിനസിൻ്റെ കേസാണെങ്കിൽ മാത്രമാണ് 1 കോടി 2 കോടി 5 കോടിയൊക്കെ പറഞ്ഞത്. ഇനി നിങ്ങൾ 50 ലക്ഷത്തിന് മുകളിൽ പോകുന്ന ഒരു പ്രൊവിഷൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ടാക്സ് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം. നമ്പർ 1. നമ്പർ 2, ആൻഡ് അസസി കവേർഡ് അണ്ടർ സെക്ഷൻ 44 ADA പ്രകാരമുള്ള അസസി ആണെങ്കിൽ നോക്കി, അസസി ഹാസ് ക്ലെയിംഡ് ഹിസ് ഇൻകം ഈസ് ലോവർ ദാൻ ദ പെർസെപ്റ്റീവ് ഇൻകം ആൻഡ് ഹിസ് ഇൻകം എക്സീഡിങ് ദ മാക്സിമം എമൗണ്ട് വിച്ച് ഈസ് ചാർജബിൾ ടു ഇൻകം ടാക്സ് ആക്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർസെപ്റ്റീവ് പറയുമ്പോൾ പറഞ്ഞതാ അല്ലേ? അതായത് പെർസെപ്റ്റീവ് ഇൻകം പ്രകാരം ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള അസസിയാണ്. പക്ഷേ അവർ പെർസെപ്റ്റീവ് ഇൻകം പ്രകാരമല്ല ചെയ്യുന്നത്. അവർ ഏത് പ്രകാരമാണ് ചെയ്യുന്നത്? നോർമൽ പ്രൊവിഷൻസ് പ്രകാരമാണ് ചെയ്യുന്നത്. കാരണം നോർമൽ പ്രൊവിഷൻസ് പ്രകാരം അവരുടെ ഇൻകം ടാക്സ് ലൈബിലിറ്റി കുറവാണ്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ അവരുടെ ഇൻകം പോവുകയാണെങ്കിൽ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ടാക്സ് ഓഡിറ്റ് ചെയ്യുകയും വേണം. നമ്മൾ ഏതിനകത്ത് ഡിസ്കസ് ചെയ്താൽ ഈ പറയുന്ന പെർസെപ്റ്റീവ് ഇൻകത്തിനകത്ത് കുറേ തവണ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, പെനാൽറ്റി. ഇങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ 25,000 രൂപയായിരുന്നു പെനാൽറ്റി അല്ലേ? സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് എനി അസസി ഡസ് നോട്ട് അപ്ലോഡ് എനി സച്ച് ഓഡിറ്റ് റിപ്പോർട്ട് 1 month പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിന് 1 മാസം മുമ്പെങ്കിലും നിങ്ങൾ ഇത് ഓഡിറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ, then he is liable to pay penalty being the lower of the following: 0.5% of the turnover or gross receipts. ടേൺ ഗ്രോസ് റെസിപ്റ്റ്സിൻ്റെയും 0.5% അല്ലെങ്കിൽ എത്രയാ, ഓർ 1,50,000. മനസ്സിലായോ? ഓക്കെ, ഇത്രയും എമൗണ്ട് നമുക്ക് എന്തായിട്ട് കൊടുക്കേണ്ടി വരും, പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. സോ നേരത്തെ 25,000 എന്ന് പറയുന്നത് ഏതിനെക്കുറിച്ചാണ് പറഞ്ഞത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റിയാണ് പറഞ്ഞത്. ഇവിടെ ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എപ്പോഴാണെന്ന് പറഞ്ഞേ? ഓക്കെ, 1 month പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനേക്കാൾ 1 month ആണെങ്കിൽ നമുക്ക് എത്ര രൂപ വരെ പെനാൽറ്റി വരും? 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് 0.5% ഓഫ് ദ ടേൺ ഓവർ ഓർ ഗ്രോസ് റെസിപ്റ്റ്സ്. ടേൺ ഓവർ ഗ്രോസ് റെസിപ്റ്റ്സിൻ്റെ 0.5%. ഓക്കെ, ആൻഡ് 1,50,000. ഇതിനകത്ത് ഏത് നോക്കണം? വിച്ച് അവർ ഇസ് ലെസ്. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന 44AA-ക്കകത്തും AB-ക്കകത്തും പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്നാണെന്നറിയാമോ? ഓക്കെ, കോൺസിക്വൻസസ് ഓഫ് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു ഏരിയയും കൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ PGBP എന്ന് പറയുന്നതിനകത്തുള്ള ഏകദേശപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി? ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കേസും കൂടെയാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പറയണേ. ഓക്കെ, ദാറ്റ് മീൻസ് സെക്ഷൻ 68 പ്രകാരം പറയുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആണ് കേട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ദാറ്റ് മീൻസ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനകത്ത് ഈ പറയുന്ന കുറച്ച് എമൗണ്ട് ക്രെഡിറ്റ് ആയി. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനകത്ത് കുറച്ച് എമൗണ്ട് ക്രെഡിറ്റ് ആയി. പക്ഷെ അത് ആര് തന്നുന്നോ, എന്തിനു വേണ്ടി തന്നുന്നോ, അല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള പ്രൂഫോ കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വന്നിരിക്കുന്ന ക്യാഷ് ക്രെഡിറ്റിനെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയറിനകത്ത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് ആര് തന്നു, എന്തിന് തന്നു ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കാണിക്കാനില്ലെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ലെങ്കിൽ ആ വന്നിരിക്കുന്ന എമൗണ്ടിനെ നിങ്ങളുടെ ഇൻകം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. നമ്പർ 1. നമ്പർ 2, അൺഎക്സ്പ്ലൈൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രീവിയസ് ഇയറിനകത്ത് നിങ്ങൾ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചു കൂട്ടി കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. മനസ്സിലായി? ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി നിങ്ങൾ ചിലവാക്കിയ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിൻ്റെ സോഴ്സ് നിങ്ങൾക്ക് പറയാൻ അറിയില്ല. ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു 1 കോടി രൂപയ്ക്ക്.
മനസ്സിലായി? സോ ആ 1 കോടി രൂപയ്ക്ക് നിങ്ങൾ സ്ഥലം വാങ്ങിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻകം ടാക്സ് അതോറിറ്റി ചോദിക്കുകയാണ് ഈ 1 കോടി രൂപ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാൻ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതിനെ നിങ്ങൾ നിങ്ങളുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും പ്രീവിയസ് ഇയറിനകത്ത്. ആൻഡ് ദ തേർഡ് വൺ, അൺഎക്സ്പ്ലൈൻഡ് മണി, ബുള്ളിയൻ, ജ്വല്ലറി ഓർ അതർ വാല്യുബിൾ ആർട്ടിക്കിൾസ്. ഈ അൺഎക്സ്പ്ലൈൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത് പോലെ കണക്കിൽപ്പെടാത്ത, നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് പെടാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പ്രൂഫ് നൽകാൻ പറ്റാത്ത ക്യാഷോ ബുള്ളിയനോ ജ്വല്ലറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഓക്കെ, അതും ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഇൻകം ടാക്സിൻ്റെ റൈഡ് കണ്ടിട്ടില്ലേ, അതേപോലെ അവർ വന്ന് കുറേ കാര്യങ്ങൾ റൈഡ് ചെയ്തെടുക്കുന്നു. അത് എവിടുന്ന് വന്നെന്നോ അതിൻ്റെ സോഴ്സ് എന്താണെന്നോ ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് തുടർ നടപടി? അതായത് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് അവരൊരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എമൗണ്ട് നോക്കുന്നു, ആ എമൗണ്ട് പ്രീവിയസ് ഇയറിനകത്ത് ഇവരുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കഴിഞ്ഞിട്ടില്ല, നോക്കേ, എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ പറഞ്ഞത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷെ അത് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 2 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആകെ 1 കോടി രൂപ മാത്രമാണ് നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യാത്തതാണെങ്കിൽ എത്രയാണോ അഡീഷണൽ ഇനി ഡിസ്ക്ലോസ് ചെയ്യാനുള്ളത് അതിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്നത് പോലെ നിങ്ങളുടെ പ്രീവിയസ് ഇയറിനകത്ത് നിങ്ങളുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ എക്സെട്ര, ദാറ്റ് മീൻസ് ഈ ബിസിനസ്സിൻ്റെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ചിലവുകൾ നിങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചിലവാക്കാനുള്ള സോഴ്സ് എവിടെ നിന്നാണെന്നോ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നൊന്നും നിങ്ങൾക്ക് ഇൻകം ടാക്സ് അതോറിറ്റി ചോദിക്കുമ്പോൾ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഉണ്ടാക്കിയിരിക്കുന്ന എക്സ്പെൻസിനെ നിങ്ങളുടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ദ ലാസ്റ്റ് വൺ, എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് ഓൺ ഹുണ്ടീസ്. ഓക്കെ, ദാറ്റ് മീൻസ് അങ്ങനെ ഈ പറയുന്ന ഹുണ്ടി എന്ന് പറയുന്നതിനകത്തുനിന്ന് നിങ്ങൾ ക്യാഷ് ബോറോ ചെയ്യുകയോ അതല്ലെങ്കിൽ അത് റീപേ ചെയ്യുകയോ, അത് എങ്ങനെയാണ്, ഇലക്ട്രോണിക് മീൻസിലല്ല, നിങ്ങൾ ക്യാഷ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ആ എമൗണ്ടിനെയും നിങ്ങളുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. സോ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിലോ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ക്യാഷ് ക്രെഡിറ്റ് നിങ്ങളുടെ ബാങ്കിലോട്ട് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലോ ഇങ്ങനെ ഇൻകം ടാക്സ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സോഴ്സ് കാണിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കേസുകൾ വരികയാണെങ്കിൽ 2 ട്രീറ്റ്മെൻ്റ് ആണ് പറയണേ. ഒന്ന്, ആ എമൗണ്ടിനെ പ്രീവിയസ് ഇയറിനകത്ത് നിങ്ങളുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും, നമ്പർ 1. And number 2, and the important one, okay, income referred to section 68 to 69D, ഈ പറഞ്ഞ കാര്യങ്ങൾ shall be taxable at the rate of 60% plus surcharge plus 25% cess without giving effect to any deduction in respect of any expenditure or allowance or set off of any loss. സെക്ഷൻ 115 BB ഈ പ്രകാരം പറയുന്നത് അത്രയും എമൗണ്ടുകളെ നിങ്ങൾക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? പ്രീവിയസ് ഇയറിനകത്ത് നിങ്ങളുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഇൻകത്തിൻ്റെ നോർമൽ സ്ലാബ് റേറ്റ് അനുസരിച്ചിട്ടല്ല ഇവിടെ ടാക്സ് കൊടുക്കാൻ പറയണേ. ആ ഇൻകത്തിന് 60% നിങ്ങൾ എന്ത് കൊടുക്കണം? ബാക്കിയുള്ളതിനെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് അത്രയും ഇൻകത്തിന് നിങ്ങൾ 60% എന്ത് കൊടുത്തേ പറ്റൂ? ടാക്സ് കൊടുത്തേ പറ്റൂ. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്? PGBP എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ PGBPയുടെ പ്രോബ്ലം ചെയ്യാനുള്ള, ഇപ്പോൾ എല്ലാം കൂടെ കയറി വരുവാണെങ്കിൽ PGBPയുടെ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി, കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വീഡിയോയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 1-2 പ്രോബ്ലങ്ങളും കൂടെ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ.